എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ വിദ്യാർത്ഥികളുടെ പങ്ക് എന്നതാണ്. 1947 സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെട്ട ഇംഗ്ലണ്ടിൽ നിന്ന് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഗാന്ധിജി മറ്റു പലരുടെയും പരിശ്രമം കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് നമുക്കറിയാം. ഒട്ടും ചോര ചീന്താത്ത അഹിംസയിലൂടെ തന്നെയാണ് നമുക്ക് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് നമുക്കറിയാം. അപ്പോൾ ഗാന്ധിജിക്ക് പല സ്വപ്നങ്ങളും നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുണ്ടായിരുന്നു. മതത്തിൻ്റെയും രാഷ്ട്രീയതയുടെയും പേരിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുകയും കഠിനാധ്വാനത്തിൻ്റെ മഹത്വം വിളിച്ചു പറയുന്ന ഭാരതം എന്നിങ്ങനെയൊക്കെ പല സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഗാന്ധിജിയുടെ മരണം ഭാരതത്തിൻ്റെ വലിയൊരു മുറിവ് തന്നെയായിരുന്നു. പക്ഷേ ജവഹർലാൽ നെഹ്റു പോലുള്ളവരൊക്കെ നമ്മുടെ ഭാരതത്തെ വീണ്ടും പുനർനിർമ്മിക്കാൻ ശ്രമിച്ചു. അവർ നമ്മുടെ ഭാരതത്തിൻ്റെ പല പ്രശ്നങ്ങളും ഏറ്റെടുക്കുകയും അതെല്ലാം പരിഹരിക്കുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 60 വർഷത്തോളം കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിൽ നമുക്ക് നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ജനസംഖ്യയുടെ വർധനവും പട്ടിണിയും കൊണ്ട് ആൾക്കാരുടെ മരണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന വർധനവ് എന്ന് പറയുന്നത്. വേറൊരു വർധനവും നമ്മുടെ ഇപ്പോഴത്തെ ഭാരതത്തിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളാണ് ഇപ്പോൾ ശ്രമിക്കേണ്ടത്. കാരണം ഭാവി ഭാരതം നമ്മുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ നല്ല ബോധവാന്മാരാവുകയാണെങ്കിൽ ഭാവി ഭാരതം വളരെയധികം വികസനം തന്നെ ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ കുട്ടികൾ ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. നമുക്കറിയാം, ഏതൊരു കാര്യം പഠിക്കാൻ വിദ്യാഭ്യാസം നമുക്ക് ഉപകാരമാണ്. അതുപോലെ തന്നെ ഏതൊരു കാര്യവും നമുക്ക് ഒഴിവാക്കാനും വിദ്യാഭ്യാസം നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ വിദ്യാർത്ഥികളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സമത്വവും മതപരമായ പ്രശ്നങ്ങളും വിഭജനമൊന്നും ഇല്ലാതിരിക്കാനും രാഷ്ട്രീയപരമായ സംഘർഷങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മതമേതായാലും മനുഷ്യനൊന്നായാൽ മതി എന്ന വചനം വളരെയധികം പ്രാധാന്യമാകുന്നത്. ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും മതത്തിൻ്റെ പേരിലുള്ള പല സംഘർഷങ്ങളും ഒഴിവാക്കണമെന്ന് അവരെ ബോധവാന്മാരായിരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഭാവി ഭാരതം വളരെയധികം വികസിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഓരോ പൗരന്മാരും ഒഴിവാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, മതത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, ഓരോരുത്തരോടും മതം ചോദിക്കുകയും അവരെ മാറ്റി നിർത്തുകയും ചെയ്യുകയും സമ്പത്തായ സ്റ്റേറ്റുകൾ ഒന്നിച്ചു ചേരുന്നതും പിന്നീട് ഭാഷാപരമായ വിഭജനം എന്നിവയൊക്കെ നമ്മൾ മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ഇതൊക്കെ മാറ്റുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളുടെ മുമ്പിൽ നമുക്ക് ഇന്ത്യക്ക് തലയുയർത്തി നിൽക്കാൻ തന്നെ കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ആ ബോധവൽക്കരണമൊക്കെ കൊടുത്താലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സമ്പത്ത് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് സമ്പത്ത് വളരുകയാണെങ്കിൽ നമ്മുടെ രാജ്യം നല്ല വികസനം വളരുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, സമ്പത്ത് വളരണമെങ്കിൽ നമുക്ക് വിദ്യാഭ്യാസം അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ കൃത്യനിഷ്ഠയായ വിദ്യാഭ്യാസം അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഭാവി ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭാരതത്തെ വികസിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ സമ്പത്ത് കൂടുകയാണെങ്കിൽ നമ്മുടെ ഭാരതം വികസിക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം നമ്മുടെ ഭാരതത്തിൻ്റെ ആരോഗ്യം വികസിക്കുക തന്നെ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഭാരതത്തിൻ്റെ സമ്പത്ത് കൂടുകയാണെങ്കിൽ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ നല്ല ആരോഗ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. അങ്ങനെ നമുക്ക് ഭാവി ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ അതുമാത്രം നമ്മൾ ചെയ്താൽ പോരാ, നമ്മൾ ഗ്രാമങ്ങളിലോട്ടും പോകണം. കുട്ടികൾ ഗ്രാമങ്ങളിലോട്ട് പോയിട്ട് അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ജനസംഖ്യ വർധനവിൻ്റെ ദോഷഫലങ്ങളും ഒക്കെ അവരെ അറിയിക്കണം.
അങ്ങനെയൊക്കെ ചെയ്യുകയും പിന്നെ ഗ്രാമങ്ങളിലാണ് നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് കൂടിക്കൊള്ളുന്നു എന്നൊക്കെ അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കുകയും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ മാറ്റുകയും ചെയ്യണം. അതുമാത്രമല്ല, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അത് അവർ നമ്മളോട് സംസാരിക്കുകയും അത് പറഞ്ഞ് അവരെ സഹായിക്കുകയും ചെയ്യണം. അതുമാത്രമല്ല, ഇനി വരാനിരിക്കുന്ന തലമുറയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്തെ നശിപ്പിക്കാവുന്ന ഒന്നാണ് ലഹരി എന്നത്. അതിൻ്റെ വിൽപ്പനയും ഒക്കെ നശിപ്പിക്കുകയും അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കുകയും അതൊക്കെ നശിപ്പിക്കുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വരും തലമുറയ്ക്ക് നമ്മുടെ ഭാരതം വളരെയധികം വികസിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ ഏർപ്പെടുന്ന ഒരു കുട്ടി സ്വന്തം മാതൃഭാഷയെ പെറ്റമ്മയെ പോലെയായിരിക്കും സ്നേഹിക്കുക. അതുമാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലെ ഭാഷ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഹിന്ദി, ഇംഗ്ലീഷ് പോലുള്ള ഭാഷകൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങളുമായി ഇടപെടാൻ കഴിയും. അങ്ങനെ നമ്മുടെ ബിസിനസ്സും ഒക്കെ വളർത്തിയെടുക്കാൻ അത് ഉപകാരപ്രദമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.